ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. അവിടെ ഗിസയിൽ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഗിസയിൽ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അവിടുത്തെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടോ. റെഡിയായി കഴിഞ്ഞപ്പോൾ ബിന്നി അവിടെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എന്നാ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത സ്ഥലമല്ലേ, സ്വന്തമായിട്ട് വർക്ക് ചെയ്ത അടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ബിന്നി ഗിസേലിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഗിസേൽ പറഞ്ഞു, എനിക്കിപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ബിന്നി ഗിസേലിൻ്റെ അടുത്ത് പറയും, എന്താ ഗിസേല്, കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ, കണ്ടൻറ്റ് ഉണ്ടാക്കുവാണോ, ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടൻറ്റ് ഉണ്ടാക്കാനൊക്കെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടോണ്ട് വന്ന ആര്യൻ, അപ്പോൾ ഗിസേൽ വലിയ കാര്യമായിട്ടൊന്നും മിണ്ടില്ല. അത് കേട്ടോണ്ട് വന്ന ആര്യൻ പറഞ്ഞു, എന്നാൽ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആര്യൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ബിന്നി പറഞ്ഞു, നീ അവളുടെ ഹെൽപ്പറാണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ആര്യന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നീ എന്ത് വർത്താനാണ് പറഞ്ഞത്, എന്താണ് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാൽ, ആ ഒരു ചീപ്പ് ഗെയിമാണ് നീ കളിക്കണത്, എന്നാണ്, ഞാനും കിച്ചൺ ടീമിലുള്ളതാണ്, ഈ ഒരു കിച്ചൺ ടീമിൽ ഉള്ളതല്ലേ, എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇത് ക്ലീൻ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര്യം പറയുകയാണ്. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് ഗിസയിൽ അവിടെ അലങ്കോലമാക്കി ഇട്ടതല്ലാണ്ട് വേറൊരാൾ അലങ്കോലമാക്കിയിട്ട കാര്യമാണ് ഇപ്പോൾ പറയണമെങ്കിലുണ്ടല്ലോ, ആര്യം അത് ക്ലീൻ ചെയ്യാൻ പോവില്ല. ഗിസൈൽ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഗിസൈലിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും കയറി ക്ലീൻ ചെയ്യണം. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത്? ആ ഓരോരോ സ്വന്തം കാര്യങ്ങൾ ചെയ്താൽ പോരെ. ആ ഒരു ഹെൽപ്പറിന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ടിങ് ആണ്. നിൻ്റെ ഹസ്ബൻഡിനെ വരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഹസ്ബൻഡിനെ ഷൗട്ടിങ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗിസൈൽ വന്ന് പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ ഞാൻ ചെയ്ത ഇത് ക്ലീൻ ചെയ്യുമെന്നൊക്കെ. അതൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് തന്നെ പറയുകയാണ്. അവൻ എൻ്റെ ഇത് ക്ലീൻ ചെയ്യും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. അപ്പോൾ അവന് ഗിസേലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ വന്നേക്കണേയാണോ? എന്തിനാണ് ഈ പുറത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ രീതിയിലുള്ള ഒരു കണ്ടൻറ്റ് മേക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളവിടെ ചെയ്താൽ പോലെ എന്തിനാണ് മറ്റുള്ള ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ അടിമേനെ പോലെ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പറിനെ പോലെ ചെയ്യണത്? അത് എടുത്ത് കാണിച്ച് ബിന്നി നല്ലൊരു രീതിയിലുള്ള ഇതായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് പറയുന്നുണ്ട്, നിനക്കിവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലും ഇല്ലല്ലോ, നിനക്കൊരു ഫ്രണ്ടും ഇല്ല, നീ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണമെന്ന് ഗിസയിൽ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയണ്ടേ, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് സ്വന്തമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, എനിക്ക് ഒരു ആവശ്യമില്ല, എനിക്ക് അങ്ങനെ നിന്നെ പോലെ നിൽക്കേണ്ട. നീ എന്നാ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആര്യൻ ഗിസേലിൻ്റെ ഷാഡോയാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു.